ഞാൻ സഫ. അപ്പോൾ ഇന്നത്തെ വീഡിയോ റൂം മേക്ക് ഓവർ വ്ളോഗിൻ്റെ പാർട്ട് 2 ആണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ പാർട്ട് 1 കാണാത്തവർ അതൊന്നും പോയി കാണുക കേട്ടോ. അപ്പോൾ അതിൽ നമ്മളൊരു വിഷൻ ബോർഡ് ഉണ്ടാക്കാൻ വേണ്ടി ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് ഫ്ലോപ്പായി പോയി. അപ്പോൾ ഇന്ന് നമ്മൾ വേറൊരു ബോർഡ് ഉപയോഗിച്ചിട്ട് അതൊന്നുകൂടെ ട്രൈ ചെയ്യാണ്. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ബോർഡ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പേപ്പറാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു നോർമൽ ചാർട്ട് പേപ്പറിൻ്റെ ഒക്കെ കട്ട് ചെയ്യുള്ളൂ ഇതിന്. അപ്പോൾ ഇത് ഉർവി നോട്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പേജിൽ നമുക്ക് മുന്നേ സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്ന ഒരു കാലണ്ടറാണ്. അപ്പോൾ ഈ ചാർട്ട് പേപ്പർ അധികം വെയിറ്റ് ഇല്ല കേട്ടോ, നോർമൽ ചാർട്ട് പേപ്പറിൻ്റെ പോലെ തന്നെയാണ്. ഈ കളർ എനിക്ക് ഇഷ്ടമായപ്പോൾ ഞാൻ ചൂസ് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ അത് ഞാൻ വാളിൽ സ്റ്റിക്ക് ചെയ്യുന്നത് ഡബിൾ സൈഡ് ടേപ്പ് ഉപയോഗിച്ചിട്ടാണ്. അധികം വെയിറ്റ് ഇല്ലാത്തത് കാരണം ഡബിൾ സൈഡ് ടേപ്പ് തന്നെ മതിയാവുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ എന്തായാലും സ്റ്റിക്ക് ചെയ്ത് നോക്കാം. അങ്ങനെ ചാർട്ട് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലൊട്ടിക്കാൻ കുറച്ച് ഡെക്കറേറ്റീവ് പീസസൊക്കെ വേണമല്ലോ. എനിക്കിങ്ങനെ പലതും എടുത്ത് വെക്കുന്ന സ്വഭാവമുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് ഒരുപാട് മുന്നേ വരച്ചിട്ടുള്ള കുറേ ഇല്ലസ്ട്രേഷൻസും ഡ്രോയിങ്സും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലും ആ ചാർട്ടിൽ ഒട്ടിക്കാൻ പറ്റിയ ഭംഗിയുള്ള എന്തെങ്കിലും കിട്ടുമോ എന്ന് ഇങ്ങനെ തിരഞ്ഞു നോക്കുന്നതാണ്. എനിക്കിങ്ങനെ എല്ലാം എടുത്ത് വെക്കുന്നൊരു ശീലമുണ്ട്. അപ്പോൾ എന്തെങ്കിലും ആവശ്യം വരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്ത് വെച്ചതിൽ നിന്ന് കിട്ടിയതാണ് ഇതൊക്കെ. അപ്പോൾ ഇതൊക്കെ ഉപയോഗിച്ചിട്ട് ഇനി നമുക്ക് ആ വാൾ ഒന്ന് കംപ്ലീറ്റ്ലി ഫില്ല് ചെയ്തിട്ട് ഭംഗിയാക്കാം. ഇത് 2021 എൻ്റെ സിസ്റ്റർ എനിക്ക് ഗിഫ്റ്റ് ചെയ്തൊരു പ്ലാനറായിരുന്നു. അപ്പോൾ ഇതിലൊരുപാട് ക്യൂട്ട് ഇല്ലസ്ട്രേഷൻസും ഞാൻ യൂസ് ചെയ്യാത്ത കുറേ പേജസും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല ഭംഗിയില്ല. അപ്പോൾ അതിൽ നിന്നും കുറച്ച് പേജസൊക്കെ എടുത്തിട്ട് ഇതിൽ സ്റ്റിക്ക് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ പ്ലാനറിൻ്റെ ബാക്ക് സൈഡിലായിട്ടൊരു പോക്കറ്റ് ഉണ്ട് കേട്ടോ. അതായത് നമുക്ക് പേപ്പറും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സൂക്ഷിക്കാൻ പറ്റിയൊരു പോക്കറ്റ് ഉണ്ട്. അപ്പോൾ ആ പോക്കറ്റ് അതുപോലെ ഒന്നാകെ കീറിയെടുത്തിട്ട് വാളിൽ ഒട്ടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വാളിലും ഒരു പോക്കറ്റ് പോലെ യൂസ് ചെയ്യാമല്ലോ, അത് ഭംഗി ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നിയപ്പോൾ ഞാൻ അതും എടുത്തു കേട്ടോ. അത് ഈ പ്ലാനറും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അത് സിമ്പിൾ പേപ്പർ വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പോക്കറ്റാണ്. അപ്പോൾ ചാർട്ടിൽ ബാക്കി സ്പേസസ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ കാലങ്ങളായിട്ട് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേ ഭംഗിയുള്ള ക്യൂട്ട് പ്രിൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒട്ടിക്കാം കേട്ടോ. അപ്പോൾ അതിന് വാഷി ടേപ്സും അതുപോലെ തന്നെ ഫെവിക്കോളൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഒട്ടിക്കുന്നത്. അപ്പോൾ ഇതുപോലൊരു ബോർഡിലൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വാളിൽ ഡയറക്റ്റായിട്ട് ഒരുപാട് സാധനങ്ങൾ ഒട്ടിക്കുന്നതൊക്കെ ഒഴിവാക്കാൻ പറ്റും കേട്ടോ. ഇത് ഞാൻ കുറച്ച് മുന്നേ പ്രിൻ്റ് എടുത്ത് വെച്ച ഫോട്ടോ ഒക്കെയാണ്. അപ്പോൾ അതും പിന്നെ പലയിടത്തുനിന്നും കളക്ട് ചെയ്ത ഇതുപോലെയുള്ള നല്ല പ്രിൻസും കാര്യങ്ങളൊക്കെ വെച്ച് ആ ഒരു ചാർട്ട് ഫില്ല് ചെയ്യാമെന്നാണ് ഇപ്പോൾ വിചാരിക്കുന്നത്. ഇത് ഞാൻ കുറച്ച് മുന്നേ എൻ്റെ നെഫ്യൂൻ്റെ കൂടെ എടുത്ത ഫോട്ടോസ് പ്രിൻ്റ് എടുത്തതാണ് കേട്ടോ. ഈ ഫോട്ടോ ബൂത്തിലൊക്കെ നമുക്ക് പ്രിൻ്റ് ചെയ്ത് കിട്ടില്ലേ, അതുപോലത്തെ ഫോട്ടോസിന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. ബട്ട് നമ്മുടെ നാട്ടിലൊന്നും ഫോട്ടോ ബൂത്തൊന്നും ഇല്ല. അപ്പോൾ ഞാൻ ഫോണിലെടുത്ത ഫോട്ടോസ് അങ്ങനെ പ്രിൻ്റ് എടുത്തതാണ് കേട്ടോ. അതുപോലെ തന്നെ ഇത് ഞാൻ ഒരുപാട് മുന്നേ വരച്ച ഒരു ഇല്ലസ്ട്രേഷനാണ്. അപ്പോൾ അതും നല്ല സ്റ്റിക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ ഒരു പൗച്ചിലാണ് കേട്ടോ ഞാൻ എൻ്റെ സ്റ്റിക്കേഴ്സൊക്കെ കളക്ട് ചെയ്ത് വെക്കാറ്. അപ്പോൾ ചെറുതാകുമ്പോൾ തൊട്ട് ഞാൻ യൂസ് ചെയ്യാണ്ട് എടുത്ത് വെച്ച സ്റ്റിക്കേഴ്സ് വരെ ഇതിനകത്തുണ്ട്. ഈ നല്ല ഭംഗിയുള്ള സാധനങ്ങൾ നമുക്ക് യൂസ് ചെയ്യാൻ പേടി ഉണ്ടാവില്ലേ, അങ്ങനെ പേടിയുള്ള ഒരാളാണ് ഞാൻ. ശരിക്കും ആ സ്വഭാവം ഇനി മുതൽ മാറ്റണം എന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. കാരണം പിന്നെ നമ്മൾ യൂസ് ചെയ്യാണ്ട് അതങ്ങനെ ഇരുന്ന് പോവുകയുള്ളൂ. അപ്പോൾ മാക്സിമം ഞാൻ കളക്ട് ചെയ്ത സ്റ്റിക്കേഴ്സൊക്കെ ഇപ്പോൾ ഉപയോഗിക്കാൻ ഞാൻ നോക്കാറുണ്ട്. ഇപ്പോഴും ആ ഒരു ഫിയർ ഇപ്പോഴും ഉണ്ട്. ശരിക്കും അതൊരു ആങ്സൈറ്റി ആണെന്നാണ് ഞാൻ എവിടെയോ വായിച്ചത്. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും കളക്ട് ചെയ്ത് നല്ലൊരു സന്ദർഭം വരുമ്പോൾ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ച് വെച്ചതൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ എല്ലാവരുടെ അടുത്ത് യൂസ് ചെയ്യണം കേട്ടോ.
അതൊരു ന്യൂ ഇയർ റെസൊല്യൂഷൻ ആക്കി എടുത്തിട്ട് ഇനി ചേഞ്ചൊക്കെ കൊണ്ടുവരണം. ഇപ്പോൾ ഹാഫ് വേ ഫില്ലായിട്ടുണ്ട്. ഈ ഒരു ഭാഗം കൂടി ഫില്ല് ചെയ്യാനുള്ളൂ. ഇന്നിപ്പോൾ ഇത്രേ ചെയ്യുന്നുള്ളൂ. അടുത്തൊരു ദിവസം പിന്നെ ബാക്കി ചെയ്യാം. എനിക്ക് ചെറിയൊരു വർക്ക് ഉണ്ട് ചെയ്യാൻ. ഇപ്പോൾ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ടേബിൾ ഒന്ന് ക്ലിയർ ചെയ്യണം. ബാക്കി ഇപ്പോൾ ചെയ്യാൻ എന്തായാലും സമയമില്ല. ടേബിൾ ക്ലിയർ ചെയ്തിട്ട് ഈ ആഴ്ച തന്നെ വേറൊരു ദിവസം ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇനി രണ്ടാമത്തെ ദിവസം കാണാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ലാസ്റ്റ് ചെയ്തത് 2 ആഴ്ച മുന്നെയാണ്. അതിന് ശേഷം പിന്നെ ഞാൻ ആ വിഷൻ ബോർഡിലൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഒരു പ്രശ്നം പറ്റി. നമ്മൾ വളരെ കുറച്ച് ഡബിൾ സൈഡ് ടേപ്പ് ഉപയോഗിച്ചിട്ടാണ് അത് വാളിൽ സ്റ്റിക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പലതും അതിൻ്റെ മുകളിൽ പിന്നെയും ഒട്ടിക്കുമ്പോൾ അതിൻ്റെ വെയിറ്റ് കാരണം അതിങ്ങനെ താഴെ പതിയെ ഇങ്ങനെ പറഞ്ഞു പോകുന്ന പോലെ എനിക്ക് തോന്നി. അപ്പോൾ ഞാനത് പറിച്ചു വെച്ചിട്ടുണ്ട്, വാളിൽ നിന്ന് എടുത്തു കൂട്ടാം. അപ്പോൾ ഇനി കുറച്ചധികം ഡബിൾ സൈഡ് ടേപ്പ് ഉപയോഗിച്ചിട്ട്, സ്ട്രോങ് കൂടിയ ഡബിൾ സൈഡ് ടേപ്പോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഒന്നുകൂടെ അത് വാളിൽ ഒട്ടിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ അത് നമ്മൾ വീണ്ടും വാളിൽ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി വാള് ഫില്ല് ചെയ്യുന്ന ബാക്കി പരിപാടികളിലേക്ക് കിടക്കാം. അതിന് ഞാനിങ്ങനെയുള്ള ബോസ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഭംഗിയുള്ള ബോ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നോർമലി ചെയ്യുന്ന ബട്ടർഫ്ലൈ ടൈ അല്ലാണ്ട് ഞാനിപ്പോൾ കാണിക്കുന്ന പോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 2 ഇതളായിട്ട് വരും. അപ്പോൾ ഒന്നുകൂടി ഭംഗി ഉണ്ടാവും ബോ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതുപോലുള്ള പ്രിൻസും യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ ഞാനത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ ഞാൻ പിൻട്രസ്റ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത ഇല്ലസ്ട്രേഷൻസ് ഒക്കെയാണ്. എന്നിട്ട് ഞാൻ തന്നെ പ്രിൻ്റ് എടുത്തതാണ് കേട്ടോ. ഇപ്പോൾ ഇതുപോലുള്ള പ്രിൻസിൻ്റെ സെറ്റൊക്കെ ആമസോണിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. ശരിക്കും അങ്ങനെ വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിൻട്രസ്റ്റിലൊന്ന് സെർച്ച് ചെയ്താൽ തന്നെ നല്ല ക്വാളിറ്റിയുള്ള ഇമേജസൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇമേജ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള പ്രിൻ്റ് ആണോ എന്ന് നോക്കണം. അല്ലാന്നുണ്ടെങ്കിൽ പ്രിൻ്റ് എടുത്തു കഴിഞ്ഞാൽ കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഒന്ന് സൂം ചെയ്ത് നോക്കിയിട്ട് എത്ര ക്വാളിറ്റിയുള്ള ക്ലിയർ പ്രിൻ്റ് ആണോ എന്നൊക്കെ നോക്കിയിട്ട് സേവ് ചെയ്തിട്ട് നമുക്ക് തന്നെ പ്രിൻ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ.
അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ കേട്ടോ. ഞാൻ തുടക്കത്തിൽ വിഷൻ ബോർഡ് എന്നൊക്കെ പറഞ്ഞെങ്കിലും ഇതൊരു വിഷൻ ബോർഡായിട്ട് കൺസിഡർ ചെയ്യാൻ നമുക്ക് പറ്റില്ല. കാരണം അങ്ങനെ ഒരു വിഷനോ അല്ലെങ്കിൽ ഒരു ലൈഫ് ഗോളോ ഒന്നും ഇതിൽ നമ്മൾ കാണിച്ചിട്ടില്ല. ജസ്റ്റ് ഒരു വാൾ ഡെക്കോർ വേണമെങ്കിൽ പറയാം. അപ്പോൾ നെക്സ്റ്റ് ഇപ്പോൾ ന്യൂ ഇയർ ഒക്കെ ആവാനായല്ലോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ നമുക്ക് ഒരു പ്രോപ്പർ വിഷൻ ബോർഡ് തന്നെ ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.